നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യോഗയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് ആയുഷിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സ്മിതയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, സാധാരണഗതിയിൽ നമ്മൾ ഇത്തവണത്തെ നമ്മുടെ സർക്കാർ ഭരണം വന്നതോടുകൂടി, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരണം വന്നതോടുകൂടി ഈ ഉറങ്ങിക്കിടന്ന യോഗ യഥാർത്ഥത്തിൽ പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും കണ്ടത്. പലതരത്തിലുള്ള ആഡ് കാണും. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യോഗയെക്കുറിച്ച് നമ്മുടെ കുട്ടിക്കാലത്ത് മുതൽ യോഗയെക്കുറിച്ചൊക്കെ കേട്ട് തന്നെയാണ് എല്ലാവരും വളരുക എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്കിപ്പോൾ യോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്? സാധാരണ ഉണ്ടാകുന്ന എക്സസൈസ് പോലെ തന്നെയല്ലേ ഇപ്പോൾ പലതരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ജിമ്മിൽ പോയിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ കളരി പോലെയുള്ള അഭ്യാസ മുറകളിൽ എക്സസൈസുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് യോഗയ്ക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് നൽകുന്നു? യഥാർത്ഥത്തിൽ അത് കുറച്ചുകൂടി ഒരു ബിസിനസ് വൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ബിസിനസ് വൽക്കരിക്കുന്ന രീതിയിൽ എത്തിപ്പെട്ടതുകൊണ്ടല്ല അങ്ങനെ ഒരു കാര്യം യോഗയുടെ ഗുണം ആളുകൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ പ്രധാനമായ കാരണം, യോഗ കേവലം ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ കഴിയില്ല. ശരിക്കും ആ യോഗ ശരീരത്തിനും മനസ്സിനും ബൗദ്ധികപരമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ തന്നെ ഒരു വ്യക്തിയെ എത്രത്തോളം ഉയർത്താൻ കഴിയുമോ അത്രത്തോളം ഉയർത്താൻ കഴിയുന്ന ഒരു വളരെ വലിയ ശാസ്ത്രം തന്നെയാണ് യോഗ. അതുകൊണ്ട് തന്നെ ആവണം ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് യോഗയ്ക്ക് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ചികിത്സയുടെ ഭാഗമായിട്ട് പോലും ഒരു ചികിത്സ, പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം നമുക്ക് യോഗ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഒരു തരത്തിലുള്ള, അതായത് തിരിച്ച് വീണ്ടും റീഒക്കർ ചെയ്യാതിരിക്കാൻ, പല ഡിസീസസും റീഒക്കർ ചെയ്യാതിരിക്കാൻ യോഗയ്ക്ക് വളരെയധികം സഹായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആവണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഒരു ചികിത്സാ മുറ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റൂള് പ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള കോഴ്സ് പഠിച്ചിരിക്കണം, ഏതെങ്കിലും ഒരു കൗൺസിലിൽ, ഒരു റെഗുലേറ്ററി അതോറിറ്റിയിൽ അത് അംഗമായിരിക്കണം. അവർ പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷനിലായിരിക്കണം ഇത്തരം ചികിത്സാ മുറകൾ പോകുന്നത്. ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ചികിത്സയാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഏത് രോഗം ഭേദമാക്കാനും കഴിവുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയാലേ കഴിയുള്ളൂ. ഒരു നിശ്ചിത അളവിലുള്ള കോഴ്സ് ചെയ്തിരിക്കണം. ഇതൊക്കെ വളരെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ യോഗ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, യോഗ കൊണ്ട് അസുഖം മാറ്റാം എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. യോഗ കൊണ്ട് അസുഖം നമുക്ക് മാറ്റാൻ കഴിയുമോ? ഇത് ചെറിയ കോഴ്സുകൾ മൂലം നമുക്ക് യോഗ ചെയ്യാൻ അറിഞ്ഞു എന്ന് മാത്രം കരുതി ഒരു യോഗ പഠിപ്പിക്കുന്ന ഒരാളും, അല്ലെങ്കിൽ അതുമൂലം അല്ലെങ്കിൽ മനുഷ്യരെ ചികിത്സിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് എത്തപ്പെടുമോ? അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. കാരണം യോഗ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഭേദമാക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ യോഗയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് യോഗ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരാതിരിക്കാൻ അത്തരത്തിൽ നമുക്ക് യോഗയെ ആശ്രയിക്കാൻ കഴിയും. അല്ലാതെ ഒരിക്കലും ഒരു നല്ല ശരീരവേദനയോ അല്ലെങ്കിൽ സന്ധിവാതമോ അതുപോലുള്ള വലിയ വലിയ മേജർ പ്രോബ്ലംസ് വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ സ്ട്രിനുവസ് ആയിട്ട് ഫോഴ്സിബിളി എന്തെങ്കിലും ആസനാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് വേഴ്സ് ആവുകയുള്ളൂ. ഒരിക്കലും അത് അതിൻ്റെതായ ഫലപ്രാപ്തിയിലെത്തില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു വ്യക്തിയെക്കുറിച്ച്, അപ്പോൾ അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ഇതൊന്നും അവർ നോക്കിയിട്ട് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കഴുത്തിന് എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ തേയ്മാനോ ഒക്കെ വളരെ മാരകമായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എത്തപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ ഉണ്ടാകുന്ന എക്സിസ്റ്റിംഗ് അവസ്ഥ കൂടുതൽ മോശമാകാൻ അല്ലെങ്കിൽ വേഴ്സ് ആവാനുള്ള സാധ്യത എത്രത്തോളം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. കാരണം നമുക്കറിയാം, പലരും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ പലപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് എത്തപ്പെടാറില്ല. എക്സിസ്റ്റിംഗ് അസുഖങ്ങളുണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, തേയ്മാനം പോലെയുള്ള അസുഖങ്ങളുണ്ടാകാം, ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊന്നും അറിയാതെ ഒരു യോഗ സെൻറ്ററിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തെ യോഗിയാണ് അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇത്തരം അസുഖങ്ങളുടെ ഡീപ്പിലേക്ക് ഇദ്ദേഹത്തിന് ഒരിക്കലും ഇറങ്ങിച്ചെല്ലാനും, ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നത് പോലെ അത്രയും ഒരു ഡീപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇദ്ദേഹത്തിന് കഴിയുന്നല്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ യോഗ
അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ യോഗ ഉള്ള അസുഖത്തെ കൂടുതൽ മോശം ആക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. അതെ, കൃത്യമായിട്ടും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിന് ശേഷം ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ യോഗയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു കണ്ടീഷൻ വളരെ മോശമായിരിക്കുന്ന സമയത്ത് പോയിട്ട് യോഗ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വേഴ്സനാവുകയുള്ളൂ. അത് കൃത്യമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ, അല്ലെങ്കിൽ കൃത്യമായും അത് ശരിയായ രീതിയിൽ ചിട്ടയായ രീതിയിൽ പഠിപ്പിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് പോയി യോഗ പഠിക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ, പറയൂ. ഡോക്ടർ, എനിക്ക് നല്ല ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഷുഗറും ഉണ്ട് ഹൈ ആയിട്ട്. അത് യോഗ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് നമ്മളെ രക്ഷപ്പെടുത്താനാകും? യോഗയ്ക്ക് അതിനകത്ത് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇപ്പോൾ മരുന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ ആയുർവേദത്തിലേക്ക് തന്നെയാണ്, ആയുർവേദം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ യോഗ ചെയ്യാം. അതായത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നതോടൊപ്പം തന്നെ യോഗിക് പ്രാക്ടീസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇൻസുലിൻ കുറച്ചും കൂടെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അത്തരത്തിലേക്ക് കൃത്യമായി എന്ത് തരം യോഗകൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അത്തരത്തിലുള്ള യോഗ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതേപോലെ ഹൈപ്പോടെൻഷനും നമുക്ക് ഫോർവേഡ് ബെൻഡിങ് ആസനാസ് ആയിരിക്കും കൂടുതൽ ഫലപ്രദമായിട്ട് കാണാറ്. അതായത് നമ്മൾ മുമ്പോട്ട് കുനിഞ്ഞ് ചെയ്യുന്ന ആസനാസ്. അപ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത്തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിങ് ആസനാസ് എല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഡോക്ടർ, സംശയം കൂടി, ഡോക്ടർ ഇപ്പൊ എവിടെയാണത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആയുഷ് ആയുർവേദ PHC മലയൻകീഴാണ്. ഡോക്ടർ നമ്പർ ഒന്ന് തരാം. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ സംശയം മാർക്കാണെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. മാം, ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, ഈ പ്രമേഹം ആൾക്കാരുണ്ട്, ഭയങ്കര നല്ല രീതിയിലുള്ള പ്രമേഹമുള്ളവരും ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുള്ളവർ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ബുക്കുകൾ കിട്ടും, യോഗ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതിന് ബുക്കുകൾ കിട്ടും. പലതരത്തിലുള്ള മാഗസീൻസിലും നമുക്ക് ലഭ്യമാണ്. തരത്തിൽ ഓരോ തരത്തിലുള്ള യോഗ, നടുവേദനയ്ക്കുള്ള യോഗകൾ പല പടങ്ങൾ കൊടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം യോഗകൾ അല്ലെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ നല്ലതാണ്. ശരിക്കും പുസ്തകം നോക്കിയിട്ട് യോഗ ചെയ്യുക, അത്തരത്തിലുള്ളൊരു രീതി ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നെറ്റ് നോക്കിയിട്ട് യോഗ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക CD വാങ്ങിയിട്ട് അതിട്ടിട്ട് യോഗ ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ശരിക്കും ഗുരുമുഖത്തു നിന്ന് തന്നെ യോഗ പഠിക്കണം, അല്ലെങ്കിൽ കൃത്യമായും ചിട്ടയായിട്ടും യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും തന്നെ യോഗ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ രീതി. ഹലോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യോഗയെക്കുറിച്ചാണ്. ഡോക്ടർ സ്മിതയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം, ഹലോക്കിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ഇത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ, പറയൂ. ഇതിപ്പോ വയറ് ചാടുന്ന എന്തെങ്കിലും യോഗ ഉണ്ടോ? ശരിക്കും വയറ് എല്ലാ സ്ത്രീകളുടെയും ഇന്നത്തെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതിന് ഏറ്റവും കൃത്യമായിട്ട് യോഗ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ആസനാസ് എന്ന് പറയുന്നത് നമ്മൾ മലർന്നു കിടന്നുകൊണ്ട് ചെയ്യുന്ന പവനമുക്താസനം, മേരുദണ്ഡാസനം പോലെയുള്ള ആസനങ്ങളായിരിക്കും ഏറ്റവും ഫലപ്രദമായിട്ട് വരിക. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു നല്ല യോഗ ട്രെയിനറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോയി ഡോക്ടറെ കണ്ട് തന്നെ അത് പഠിച്ച് അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. മാം, നമ്മളൊരു യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഏജ് മുതൽ നമുക്ക് യോഗ ചെയ്തു തുടങ്ങാം? നമുക്ക് ഏത് ഏജ് വരെയും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഒരു 5 വയസ്സ് മുതൽ 80 വയസ്സ് വരെയും യോഗ ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ചും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ യോഗ പഠിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും യോഗയെന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് യോഗ ആസനാസാണ്. ശരിക്കും യോഗ ആസനാസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യമനിയമാസാണ്. അതായത് ആദ്യത്തെ 2 സ്റ്റെപ്പ്. യോഗയ്ക്ക് 8 സ്റ്റെപ്സാണുള്ളത്. അതിലെ ആദ്യത്തെ 2 സ്റ്റെപ്പായ യമ ആൻഡ് നിയമാസ് ആയിരിക്കും ഏറ്റവും ഗുണകരമായി കുഞ്ഞുങ്ങൾക്ക് വരിക. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ആദ്യത്തെ 2 സ്റ്റെപ്സ് പഠിച്ചതിന് ശേഷം തന്നെ വേണം യോഗ ആസനാസ് പഠിക്കാൻ. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ ശരീരം സ്ട്രക്ചർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലൈഫ് സ്പാൻ കൂട്ടാൻ പറ്റും, ഈ ഒരു 2 കാര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് മനസ്സിനെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറ് തന്നെയില്ല. അപ്പോൾ ഇത്തരത്തിൽ പോകുന്നത് കൊണ്ട് എല്ലാവരും കൂടുതലും പ്രാണായാമങ്ങൾക്കും ആസനങ്ങൾക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്.
അതിനേക്കാൾ കൂടുതൽ ഒരു പടി കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യമനിയമാസിന് തന്നെയാണ്. കാരണം യമനിയമാസിലാണ് എങ്ങനെ നമ്മൾ മറ്റൊരാളോട് ബിഹേവ് ചെയ്യണം, എന്തായിരിക്കണം നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്, നമുക്ക് സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും നമുക്കത് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കുറേ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് യമനിയമാസ് പഠിക്കുന്നതിലൂടെ കിട്ടും. അതിനകത്താണ് നമ്മൾ സത്യം മാത്രം പറയുക, അല്ലെങ്കിൽ അഹിംസ പാലിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പറയുന്ന മോറലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വലിയ സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ഇത്തരത്തിൽ യമനിയമാസ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡോളസൻസ് ഏജിലുള്ള കുട്ടികളാണെങ്കിൽ പോലും യമനിയമാസ് അവരെ കൂടുതൽ പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആസനാസും പ്രാണായാമാസും ശീലിപ്പിച്ചു വരികയാണെങ്കിൽ കുറേ കൂടെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ മാഡം, കേൾക്കാം. ഞാൻ മോച്ചയിൽ നിന്ന് ദീപ്തിയെ വിളിക്കണേ. ഹലോ, പറഞ്ഞോളൂ മാഡം, കേൾക്കാം. പറഞ്ഞോളൂ മാഡത്തിന്റെ സംശയം എന്താണ്? ഹസ്ബൻഡിന് കുറെ നാളായിട്ട്, ഒത്തിരി വർഷമായി ശ്വാസം മുട്ടുണ്ട്. അപ്പൊ ഇൻഹീലർ ഇല്ലാണ്ട് കഴിയാൻ പറ്റില്ല. പറഞ്ഞോളൂ മാഡം, കേൾക്കാം. ഇൻഹീലർ ഇല്ലാണ്ട് കഴിയാൻ പറ്റില്ല. അപ്പൊ അത് ഈ യോഗ ചെയ്താല് അത് മാറുമോ? എങ്ങനെയാ അതിനെ കുറിച്ച്? ഇൻഹെയിലർ കാരണം കുറച്ച് നാളായിട്ട് ആ വ്യക്തി അതിന് ഒരു പരിധിവരെ അഡിക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത് ഇല്ലാണ്ട് അദ്ദേഹത്തിന് കഴിയില്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിന് നമുക്ക് സഡൻലി ആ ഇൻഹെയിലർ സ്റ്റോപ്പ് ചെയ്തിട്ട് യോഗയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത് യോഗയിലെ പ്രാണായാമങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രാണായാമങ്ങളിൽ നമുക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും കുറേ കൂടി നന്നായിട്ട് ശ്വാസോച്ഛ്വാസം എടുക്കാനും കഴിയുന്ന തരത്തിൽ ഉള്ള പ്രാണായാമങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാണായാമങ്ങൾ ഇതിനോടൊപ്പം തന്നെ തുടങ്ങുകയും പതിയെ പതിയെ നമുക്ക് ഇൻഹെയിലറിൻ്റെ യൂസേജ് ടേപ്പർ ചെയ്ത് കൊണ്ടുവരാവുന്നതുമാണ്. അല്ലാതെ സഡൻലി നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. മാം, ഈ യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് ഏത് സമയത്തായിരിക്കണം യോഗ ചെയ്യേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ള സമയം? അങ്ങനെ ഒരു സമയക്രമം ഇതിനകത്തുണ്ടോ? ഭക്ഷണശീലത്തിലും യോഗയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? സമയം എപ്പോഴും ബ്രാഹ്മമുഹൂർത്തം തന്നെയാണ് ഏറ്റവും ഉചിതം. അതായത് രാവിലെ 3 മുതൽ 6 വരെയുള്ള സമയം. അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. പലർക്കും ഇന്നത്തെ കാലത്ത് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു സംഗതിയാണ്. എങ്കിൽ പോലും നമുക്കതൊന്ന് ഷോർട്ടൺ ചെയ്തിട്ട് ഒരു 5 to 6:30 അല്ലെങ്കിൽ 7 യോഗ ഫിനിഷ് ചെയ്യത്തക്കതുപോലെ കഴിയുന്നത്രയും രാവിലെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ എനർജറ്റിക് ആയിട്ട് വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് യോഗ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത്, സന്ധ്യ ആവുന്നതിന് മുൻപ് സൂര്യ അസ്തമയ സമയത്ത് ഒരു വൈകിട്ടൊരു 4 to 6 അതിനുള്ളിൽ യോഗ ചെയ്ത് തീർക്കത്തക്ക തരത്തിൽ നമുക്കൊരു മിനിമം ½ an hour എങ്കിലും യോഗയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. അത്തരത്തിൽ ഈ 2 സമയമായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കാരണവശാലും ഉച്ച സമയങ്ങളിൽ യോഗ ചെയ്യാതിരിക്കുകയായിരിക്കും കൂടുതൽ ഉചിതം. തീർച്ചയായിട്ടും ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ഞാൻ കൊല്ലത്തുനിന്ന്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. ഹലോ, പറഞ്ഞോളൂ സാർ, കേൾക്കാം. ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സാർ, കേൾക്കാം. ഞാൻ ഈ ഷുഗർ പേഷ്യൻസിന് യോഗ ഷുഗർ പേഷ്യന്റ് ആണ് ഞാൻ. അതിന് വജ്രാസനം ചെയ്താൽ പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞു. ആ വജ്രാസനം മാത്രമേ ഉള്ളൂ, അതേ വേറെ മറ്റാസനങ്ങളും ഉണ്ടോ? വജ്രാസനം ചെയ്യുന്നത് കൊണ്ട് ഇത് കംപ്ലീറ്റ് മാറാനോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് കംപ്ലീറ്റ് ക്യൂർ ആവുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഷുഗറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിനോട് അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതിന് ഏറ്റവും ഫലപ്രദമായ യോഗകളെന്ന് പറയുന്നത് കമിഴ്ന്ന് കിടന്നിട്ടുള്ള യോഗകളായിരിക്കും. അതായത് പ്രോൺ പൊസിഷൻ ആസനാസ് ആയിരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് വരിക. അതിൽ ഭുജംഗാസനം, ശലഭാസനം, നൗകാസനം, ധനുരാസനം ഇങ്ങനെയുള്ള പ്രോൺ പൊസിഷനിലുള്ള എല്ലാ ആസനാസും പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി നമുക്ക് യോഗ കൊണ്ട് അത് ശരിയാക്കി എടുക്കാൻ സാധിക്കും.
ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. അപ്പം നമ്മളിത് പറഞ്ഞു നേരത്തെ, ഒരു നല്ല ഒരു യോഗ പ്രാക്ടീഷണർക്ക് എന്തൊക്കെയാണ്, അങ്ങനെ ഒരാൾ ആകണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കരിയർ എന്നുള്ള നിലയിൽ എന്തൊക്കെയായിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്? ആദ്യം യോഗ പഠിക്കാനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണോ, അതോ ഏതെങ്കിലും ഒരു നല്ലൊരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ യോഗ പഠിച്ചു തുടങ്ങുന്നതാണോ നല്ലത്? ശരിക്കും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തന്നെ യോഗ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം കൃത്യമായിട്ടും നമ്മൾ വളരെ ചിട്ടയോടും കൂടി യോഗ ചെയ്തില്ലെങ്കിൽ, അതേപോലെ തന്നെ നിരന്തരം യോഗ അഭ്യസിക്കാൻ തയ്യാറല്ല എങ്കിൽ യോഗ പഠിക്കാൻ തുടങ്ങാതിരിക്കുക തന്നെയാണ് ഏറ്റവും ബെറ്റർ. യോഗ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യതയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണത്തെ നമ്മൾ അത്രത്തോളം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നന്നായിട്ട് പഠിച്ച് കൃത്യമായും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ യോഗ പഠിച്ചെടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഒരുപാട് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ വരുന്ന അസുഖങ്ങൾക്ക് യോഗ ഫലപ്രദമാണോ? അതെ, വളരെ ഫലപ്രദമാണ്. നമുക്ക് ഒരുപാട് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് യോഗ കൊണ്ട് തന്നെ അതിനെ കൃത്യമാക്കി കൊണ്ടുവരാൻ കഴിയും. കാരണം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മൾ ഡിസീസ് കണ്ടീഷനിൽ സിവിയറിറ്റിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും യോഗ കൊണ്ട് മാത്രം അത് ശരിയാക്കിക്കൊള്ളാം എന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക. മരുന്നിനോടൊപ്പം തന്നെ യോഗ കൊണ്ടുപോവുക. അതേപോലെ ശരിക്കും ഇതൊരു ജീവിതചര്യയാണ്. ശരിക്കും ഒരു ചികിത്സാക്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ റീഒക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ റീഒക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിലും അതൊരു ചികിത്സാക്രമമായി മാത്രം കാണാതിരിക്കുക. എന്നാൽ അത് വ്യായാമമുറ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല, അതൊരു ജീവിതചര്യയാണ്. ശരിക്കും നമ്മളത് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വളരെയധികം വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് സമൂഹത്തിന് നാളെ പ്രയോജനകരമായി. തീർച്ചയായിട്ടും ഒരു കോൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഇവിടെ മധ്യപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ സാറിന്റെ സംശയം ചോദിച്ചോളൂ. കൊളസ്ട്രോളും അതുപോലെ യൂറിക് ആസിഡും വളരെ കൂടുതലാണ് ആവുന്നുണ്ട്. അപ്പോൾ ഈ യോഗ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത് തരത്തിലുള്ള യോഗയാണ് എന്ന് ചോദിക്കും. ശരിക്കും നമുക്ക് കൊളസ്ട്രോളിനും യൂറിക് ആസിഡ് ലെവലിൻ്റെ ഒക്കെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിസിൻസ് കഴിക്കുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. മെഡിസിൻസിനോടൊപ്പം തന്നെ നമ്മുടെ യോഗിക് പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. അതിന് നമുക്ക് സ്റ്റാൻഡിങ് സീരീസിലുള്ള ആസനാസും സുപ്പൈൻ സീരീസിലുള്ള ആസനാസും പ്രോൺ പൊസിഷനിലുള്ള ആസനാസും ഒക്കെ തന്നെ കൊളസ്ട്രോളിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആഹാരത്തിന്റെ ക്രമരീതിയിലുള്ള എങ്ങനെ? ആഹാരത്തിന്റെ ക്രമരീതിയിൽ ആഹാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കഴിയുമെങ്കിൽ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ശ്രദ്ധിക്കുക. വെളുത്തുള്ളിയും കറിവേപ്പിലയും മോരിൽ ചേർത്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായം ആയുർവേദത്തിന് അനുശാസിക്കുന്നുണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ എള്ളെണ്ണയുടെ ഉപയോഗം ശരീരത്തിൽ കൂട്ടുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗയെക്കുറിച്ചാണ്. ഡോക്ടർ സ്മിതയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഈ യോഗ ചെയ്ത് ഇഞ്ചുറി പറ്റിയിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഇതുവരെ ഞങ്ങളുടെ പ്രാക്ടീസിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം നമുക്കത് ഇതുവരെയും അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ യോഗ പഠിച്ചു വരികയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം ഒരിക്കലും യോഗ ഫോഴ്സിബിളി ചെയ്യാൻ പാടില്ല. ഈ ഫോഴ്സിബിളി ചെയ്യുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസൊക്കെ വരിക. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ഥിരം ആസനാസിനെ പറയുന്നത് തന്നെ സ്ഥിരം സുഖമാസനം എന്നാണ്. അതായത് സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററിനെയാണ് ആസനം എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാതിരിക്കുമ്പോഴായിരിക്കണം ഈ ഇഞ്ചുറിയുടെ ഒരു പ്രശ്നം. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അത്തരത്തിലൊരു. ഈ യോഗ ചെയ്തതിന് ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം അനിവാര്യമാണ്? നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു IT ഫീൽഡും നമ്മുടെ സിസ്റ്റത്തിന് മുന്നിലൊക്കെ ഇരുന്ന് പലരുടെയും ഹാംസ്ട്രിങ്സും മസിൽസും ഒക്കെ ഈവൻ 30 വയസ്സ് കഴിഞ്ഞാൽ 20 വയസ്സ് കഴിഞ്ഞാൽ പോലും ആർക്കും തറയിലിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തരം മസിൽസിൻ്റെ ലെങ്ത് കുറവ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് അത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ തന്നെയും കണ്ടിന്യൂസ് ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. കൂടിപ്പോയാൽ ഒരാഴ്ച കണ്ടിന്യൂസ് പ്രാക്ടീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള മനസ്സ് വേണം. കൃത്യമായിട്ടും യോഗ പരിശീലിക്കാൻ തയ്യാറായി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വളരെ
പെട്ടെന്ന് തന്നെ അത് അത്തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പലപ്പോഴും നമുക്കറിയാം ഒരു പുതിയ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ യോഗ വന്നിപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഹൃദ്രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ്, ഹൈപ്പർ ടെൻഷൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള വൈദ്യന്മാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും പലതരത്തിലുള്ള ഒറ്റമൂലികൾ പറയാറുണ്ട്, ആയുർവേദിക് മെഡിസിൻസ് പറയാറുണ്ട്. ഇതൊക്കെ പരീക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യോഗ പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? യോഗ ഒരു ഫിലോസഫിയാണ്, അതായത് ഇന്ത്യൻ ഫിലോസഫിയാണ്, അത് നമ്മുടെ ട്രഡീഷനാണ്. ഒരിക്കലും അത് നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യക്കാർക്ക് വളരെ സുഖമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ട്രഡീഷനിൽ, നമ്മുടെ ബ്ലഡിൽ തന്നെ ഉള്ള ഒരു ദർശനശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പരീക്ഷിക്കാൻ മുതിരാതിരിക്കുക, അതിനോട് ഇഷ്ടത്തോടും സ്നേഹത്തോടും അടുക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് അതിൻ്റെ സന്തോഷവും സുഖവും അറിയാൻ ശ്രമിക്കുക, അതോടൊപ്പം ആരോഗ്യവും. തീർച്ചയായിട്ടും. അപ്പോൾ യോഗ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ യോഗയുടെ ബുക്കൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വായിച്ചാൽ തീരാത്ത അത്രയും ആസനാസിനെക്കുറിച്ചും ക്രിയകളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? നമ്മളൊരു വീട്ടിൽ നമ്മളൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ യോഗ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ആസനകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വ്യായാമ മുറകളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഞങ്ങളിപ്പോൾ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഓരോ ആയുർവേദ അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ വരുന്ന എല്ലാ കേന്ദ്രങ്ങളിലും നമുക്കൊരു യോഗ ഹാളും അവിടെ ഒരു യോഗ പ്രാക്ടീസുമുണ്ട്. അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ യോഗയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള അസുഖങ്ങളെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അവരിൽ വേണ്ടുന്ന യോഗ ആസനാസ് അല്ലെങ്കിൽ വേണ്ടുന്ന പ്രാണായാമാസ്, അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ യമനിയമാസ്, അത്തരത്തിൽ നമ്മൾ സെലക്റ്റീവ് ആയിക്കൊണ്ട് അത്തരത്തിൽ ഓരോരുത്തർക്കും വേണ്ടുന്ന തരത്തിലുള്ള സ്റ്റെപ്സ് മാത്രമാണ് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന ഈ ഒരുപാട് ആസനാസ് ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഒരു ദിവസം ചെയ്ത് തീർക്കണം എന്നില്ല. മിനിമം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും യോഗയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ശരിക്കും ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാൻ മിനിമം യോഗ ആസനാസും പ്രാണായാമാസും മാത്രം മതിയാവും. ധ്യാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ്. കാരണം മാനസികമായ പിരിമുറുക്കങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലേറെയാണ്. അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പ്രാണായാമങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അത്തരത്തിൽ നമുക്ക് എന്താണോ നമ്മുടെ ദിനചര്യയ്ക്ക് ആവശ്യമായത് എന്നുള്ളത് കൃത്യമായും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തന്നെ യോഗ ചെയ്യുകയായിരിക്കും ഏറ്റവും ഗുണം. അതുപോലെ തന്നെ യോഗ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആർക്കൊക്കെ യോഗ ചെയ്യണം, എങ്ങനെ യോഗ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ യോഗ ചെയ്യാൻ പാടില്ലാത്തത്, അതായത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അങ്ങനെയുണ്ടോ യഥാർത്ഥത്തിൽ? ശരിക്കും ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സർജറി അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആ സമയത്ത് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. കാരണം ആ സമയത്ത് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇമ്മൊബിലിറ്റി പറയുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയിൽ യോഗ ഒഴിവാക്കുക. അതേപോലെ പ്രഗ്നൻസി കണ്ടീഷനിൽ ഒഴിവാക്കേണ്ടതായ യോഗ ആസനങ്ങളുണ്ട്. അവിടെ നമുക്ക് പ്രാണായാമങ്ങളും ധ്യാനവും വജ്രാസനവും ഒക്കെ നമുക്ക് ശീലിക്കാവുന്നതാണ്. അതേപോലെ സ്ത്രീകളിൽ വരുന്ന ആർത്തവകാലത്ത് ചില യോഗാസനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെയും നമുക്ക് പ്രാണായാമങ്ങളും ധ്യാനങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തു പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗം, അങ്ങനെ നമുക്കറിയാം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരുണ്ട്. ഇപ്പോൾ ജെന്നിയുടെ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ബൈപ്പാസോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്സ് ഉള്ളവർ, അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖമുള്ളവർ, ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ ന്യൂറോപ്പതിയോ നെഫ്രോപ്പതിയോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അപ്പോൾ ഇത്തരം ആൾക്കാർ അങ്ങനെയുള്ളവർ കൃത്യമായിട്ടും ഒരു യോഗ പഠിച്ച ഡോക്ടറെ തന്നെ കണ്ട് തന്നെ അതിനുള്ള ചികിത്സ നേടണം. കാരണം കൃത്യമായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കേണ്ടതായ യോഗിക് പ്രാക്ടീസസ് ഉണ്ട്. അതായത് ചില ആസനാസും ചില പ്രാണായാമങ്ങളും അവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആവുകയും ചെയ്യും, ചില ആസനാസ് അവർക്ക് വളരെ കോൺട്രഡിക്ടറി ആവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു ദോഷം വരാത്ത തരത്തിൽ അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് ഡോക്ടർക്ക് മാത്രമേ കഴിയുള്ളൂ. പലപ്പോഴും യോഗ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് ഒരു വലിയ പോപ്പുലേഷനെ എടുത്തിട്ടാണ് ഇത്തരം യോഗ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ യോഗ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് എത്രത്തോളം ഫീസിബിൾ ആണ് യഥാർത്ഥത്തിൽ ഇത്തരം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എല്ലാവരെയും കൊണ്ട് ഒരേപോലത്തെ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്? ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയാണെങ്കിൽ, ഒരു എന്താ പറയുക, അതിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ഇറ്റ്സ് ബെറ്റർ നമ്മളൊരു പോപ്പുലേഷനെ എടുക്കുമ്പോൾ
പ്രത്യേകിച്ചും അതൊന്ന് സ്ക്രീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അവർ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അവർക്കൊരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ മാത്രമാണ് നമുക്ക് യോഗ കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് അത്തരം ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇല്ല എങ്കിൽ കൃത്യമായിട്ടും ക്ലിനിക്കലി പ്രയാസമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുന്നുള്ളൂ. ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യോഗ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസം. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.